ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പെഡസ്റ്റൽ ഫാൻ റിപ്പയറിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നമ്മുടെ ചുമരിലൊക്കെ ഫിറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ചെറിയ വാൾ ഫാൻ ഉണ്ടാവും. അപ്പോൾ അത് മിക്ക വീടുകളിലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ റിപ്പയറിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ഒരു ഫാനാണ്. ഉപയോഗിക്കാത്ത ഫാനുകളാകുമ്പോൾ ചിലപ്പോഴൊക്കെ കേടുവന്ന് പോവാറുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫാനാണ്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്ററിനാണ് കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ കറങ്ങുന്നില്ല, അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ ബ്ലാക്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ കപ്പാസിറ്റർ. അപ്പോൾ ആ പഴയ കപ്പാസിറ്റർ ഊരി മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പുതിയത് അവിടെ ഫിറ്റിംഗ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്ക് എല്ലാ ഇലക്ട്രിക് ഷോപ്പുകളിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. പിന്നെ ഇതിന് വില വരുന്നത് 25 രൂപയോ 30 രൂപയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫാനിനുള്ളിലുള്ളതിനേക്കാളും കുറച്ചുകൂടി പവർ കൂടിയിട്ടുള്ളതാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പഴയത് ഊരിയെടുത്ത അതേ ഭാഗത്ത് തന്നെ നമ്മൾ ഈ പുതിയത് സ്ക്രൂ വെച്ച് ഫിറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇലക്ട്രിക് സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഒരിക്കലും ഇത് ചെയ്യരുത്. എല്ലാം ഓഫാക്കിയിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ ഇത് നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. എന്തെന്ന് വെച്ചാൽ ഫാനിൻ്റെ മറ്റുള്ള പാർട്ടുകളൊന്നും കേടുവരാതെ, വയറുകളൊന്നും ഇളകാതെ നമ്മളിത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഊരിയെടുത്ത അതേ ഭാഗത്ത് വെച്ചിട്ട് നമ്മളിത് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്തെടുത്താൽ മതി. അത്രയേ ഉള്ളൂ പ്രശ്നം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ആ 2 വയർ കാണുന്നുണ്ടല്ലോ, അപ്പോൾ അത് ആ 2 വയർ നമ്മൾ ഊരിയ ഭാഗത്തുണ്ടാവും. നമ്മുടെ കപ്പാസിറ്ററിൽ നിന്നും 2 വയർ വരുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ 2 എണ്ണത്തിൻ്റെയും തലപ്പ് ഭാഗം എടുത്ത് നന്നായിട്ട് നമ്മളൊന്ന് പിരിച്ച് വെച്ച് കൊടുക്കണം. പിന്നെ ഈ 2 വയറുകളും തമ്മിൽ നീളം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അത് വാങ്ങിച്ചതുപോലെ തന്നെ ഞാനിവിടെ ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വയറുകളുടെ തലപ്പ് ഭാഗം നന്നായി പിരിച്ച് വെച്ചതിന് ശേഷം നമ്മളൊരു ചെറിയ ടാപ്പ് എടുത്ത് അതൊന്ന് ചുറ്റി കൊടുക്കണം. പിന്നെ ഇത് ഊരിയെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഈ ഒരു ഫാൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു അടപ്പ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഊരിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ ചില ഫാനുകൾക്ക് നമ്മളൊരു സ്ക്രൂ അഴിച്ചെടുക്കാനുണ്ടാകും. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇതിൻ്റെ ഉൾഭാഗം കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫാൻ ഏത് രീതിയിലാണ് അഴിച്ചെടുക്കുന്നതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. പിന്നെ കപ്പാസിറ്റർ നിങ്ങൾ അഴിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ വയറുകളൊക്കെ പതിയെ അഴിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മറ്റുള്ള ഉൾഭാഗത്ത് നിന്നൊക്കെ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മുഴുവനായിട്ടും ഊരിയെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ടാപ്പ് ചുറ്റിയതിന് ശേഷം അതിൻ്റെ മൂടി വെച്ച് കറക്റ്റായിട്ട് നമുക്കത് ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് സ്വിച്ച് ഓണാക്കി കൊടുക്കാം. ഇത് കറങ്ങുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം, പതിയെയാണ് നമ്മുടെ ഫാന് കറങ്ങുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഒറ്റിച്ചു കൊടുക്കണം. ഒരു 2 തുള്ളി മതി, അത്രയും മതി. നമ്മൾ ഇതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഇതിൽ പ്രസ് ചെയ്യരുത്. സ്വിച്ച് ഓഫ് ആക്കിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. ഇപ്പോൾ ഞാനിതിൽ ഒരു 2 തുള്ളി ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഫാന് കറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി ഫാനിൻ്റെ ലീഫുകൾ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഊരിയെടുത്ത് അതേ ഭാഗത്ത് തന്നെ കറക്റ്റായിട്ട് വെക്കണം. അതിനുശേഷം അതിൻ്റെ മൂടി വെച്ചിട്ടൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊക്കെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുക്കാം. ഫാൻ കറങ്ങുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ നന്നായിട്ട് നമ്മുടെ ഫാൻ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇനി സ്വിച്ച് ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കി പാർട്ട് കൂടി വെച്ച് നന്നായിട്ട് ഇത് മൂടി ഇതിൻ്റെ സ്ക്രൂ വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അഴിച്ചെടുക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഫാനിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു സ്ക്രൂ ഉണ്ടാവും, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ആ ഭാഗത്തൊന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു പാർട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ കേടുവന്ന ഇതുപോലുള്ള ഫാനുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് വരുന്ന ആ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയും വേണം. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്